ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഡിസൈൻ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സിമ്പിൾ ഫ്രഞ്ച് നോട്ടും പിന്നെ ബീഡ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പിന്നെ ബേസിക് എംബ്രോയ്ഡറി അറിയാത്തവർ അല്ല ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ എങ്ങനെയെന്ന് അറിയാത്തവർ നമ്മുടെ ഫ്രഞ്ച് നോട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഈ അടുത്ത അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് കറക്റ്റായിട്ട് ചെയ്യുകയെന്ന്. ആ ഒറ്റ സ്റ്റിച്ച് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിപ്പോൾ എവിടെ വേണമെങ്കിലും ചെയ്യാം. നെക്കിലും ആണെങ്കിൽ മാർക്ക് ചെയ്ത് ചെയ്യാം, ഇല്ലെങ്കിൽ യോക്ക് പോർഷനിൽ നമുക്ക് ചെയ്യാം. ഡ്രസ്സിൻ്റെയൊക്കെ യോക്ക് പോർഷനിൽ ചെയ്യാം, സ്ലീവ്സിൽ ബോർഡറായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ആ പാറ്റേൺ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ ഈ കാണിച്ചേക്കുന്ന ഡിസൈനിൽ അത് യോക്ക് പോർഷനിൽ ചെയ്ത രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ചെറിയ ബീഡ്സ് ഉണ്ടല്ലോ, അതാ കൊടുക്കുന്നത്. ഇതുപോലുള്ള ചെറിയ ബീഡ്സ് കൊടുത്തിട്ട് ഇവിടെ ലൈൻ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. അതിന് ഇത് നമ്പർ 9 സൂചിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ ഫില്ല് ചെയ്യാം. ഇതിപ്പോൾ കുറച്ചധികമായി കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് കുത്തിയെടുത്ത് വീണ്ടും ഒന്നും കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു സ്റ്റിച്ചിനൊക്കെ ബീഡ്സിനൊക്കെയും കുറച്ചൊരു ഉറപ്പ് കിട്ടാനായിട്ട് അതാണ് നല്ലത്. ഇടയ്ക്ക് പിന്നെ ഒന്നും കൂടെ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഈ ചെറിയ സൂചി കുരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് ഇതിലാക്കിയിട്ട് ഈ സൂചി കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം ഇതിലേക്ക് അങ്ങ് കയറും ഇങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കുരുക്കാൻ നിന്നാൽ നല്ല ഒത്തിരി പാടായത്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചധികം ഇതിലേക്ക് കയറും. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ലീവ്സ് പോലെ സൈഡിലായിട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെം പോലെ കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതും ഈ ചെറിയ ബീഡ്സ് വെച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 5 or 6 ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റെം പോലെ വെച്ച് അടുക്കുക ചെയ്യണം. അതുപോലെ ഇപ്പുറത്തെ സൈഡും ചെയ്യാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്റ്റെപ്പിൻ്റെ അറ്റത്ത് ഫ്ലവർ ഡിസൈൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണിക്കാം. ഫ്ലവർ ഡിസൈൻ കൊടുക്കുന്നതിന് ഞാൻ ഇതുപോലുള്ള ലൈറ്റ് പിങ്ക് കളറിൽ എംബ്രോയ്ഡറി ഫ്ലോസാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് എംബ്രോയ്ഡറി ത്രെഡിൽ നമുക്ക് കുരുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചെയ്തേക്കുന്ന സ്റ്റെം ഉണ്ടല്ലോ, ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഓരോ ഫ്രഞ്ച് നോട്ട് കൊടുക്കുക ചെയ്യുന്നത്.
അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ കൊടുക്കുക. ഒരു 3 എണ്ണം വെച്ചിട്ട് ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം കൊടുത്തു. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരെണ്ണം കൊടുക്കുക ചെയ്യുന്നത്. 2 സൈഡിലായിട്ട് ഓരോന്നും പിന്നെ നടുക്കായിട്ടൊന്നും അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ മിഡിലായിട്ട് വരണം. ഇങ്ങനെ കൊടുക്കുന്നത്. ഇപ്പം അതുപോലെ തന്നെ പുറത്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്ത് നമുക്ക് ഈ ഡിസൈൻ ഫിനിഷ് ചെയ്യാം. അതുപോലെ ഇവിടെയൊക്കെ സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്കിതുപോലെ കൊടുക്കാം, അല്ലെങ്കിൽ കർവായിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സിലായാലും റെഡിമെയ്ഡ് ഒരു പ്ലെയിൻ ടോപ്പ് വാങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് തന്നെ ഇത് വീട്ടിൽ ഇരുന്ന് ചെയ്യാം. അതല്ലാതെ തുണി വാങ്ങിയിട്ട് നമുക്ക് ഈ ഡിസൈൻ ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. തയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ പിന്നെ നമുക്ക് പുറത്തോട്ട് തയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ബൊട്ടിക്കിലൊന്നും പോകാണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനർ ഡ്രസ്സ് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അതിൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു ഡിസൈനുമായിട്ട് കാണാം. നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചാനൽ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.